ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കലാഭവൻ ഷാജോൺ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്ന CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ തൃശ്ശൂരിലാകെ VB സിനിമാസിലാണ് കളിക്കണത്. ഞാൻ കണ്ടുള്ളൂ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുന്ന സമയത്ത്. ആകെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള തിയേറ്ററാണ്. 8 മണിക്കാണ് ഷോ ഉണ്ടായിരുന്നത്. ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂട്ടിയിട്ടാണ് പോയത്. അതിൽ പോയ സമയത്ത് ആളില്ലാത്തതുകൊണ്ട് ഷോ കളിക്കില്ല എന്ന് പറഞ്ഞു. സോ അതിനുശേഷം ഒരു 4 പേരൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി 10 പേരുടെ ടിക്കറ്റ് ഷെയർ ഇട്ടിട്ട് പടം കാണാൻ കയറി. അതിനിടയ്ക്ക് ഒരു 3-4 പേരും കൂടി വന്നു. ആ പൈസ തിരിച്ചു കിട്ടി. സോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ആ ഒരു സിനിമ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. സോ പടത്തിലേക്ക് വരാം. സനൂപ് സത്യനാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കുറ്റാന്വേഷണ കഥകളൊക്കെ കാണാനും വായിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഈ ഒരു സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഏറ്റവും വലിയൊരു ഘടകം. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കലാഭവൻ ഷാജോന്റെ ആ ഒരു SI കഥാപാത്രം റിട്ടയർ ആവാൻ പോവുകയാണ്. റിട്ടയർ ആവുന്ന ദിവസം പോലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് കലാഭവൻ ഷാജോൺ അവതരിപ്പിക്കുന്ന ആ ഒരു SI ക്യാരക്ടർ. സോ അതിനുശേഷം റിട്ടയർ ആയതിനു ശേഷം അയാൾ അനുഭവിക്കുന്ന 33 വർഷത്തെ സർവീസിന് ശേഷം അയാൾ അനുഭവിക്കുന്ന ആ ഒരു ഒറ്റപ്പെടലുണ്ട്. വീട്ടുകാരും നാട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ ആ ഒരു 33 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽക്ക് ഒരു വെറുതെ ഇരിപ്പ് എന്നുള്ള ആ ഒരു പരിപാടി വേണ്ട, നമുക്കെന്നാൽ ഇത്തരത്തിലൊരു പരിപാടി നോക്കാം. അതായത് CID അല്ലെങ്കിൽ ഈ തെളിയിക്കപ്പെടാത്ത കേസുകളൊക്കെ ഏറ്റെടുത്ത് തെളിയിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പരിപാടി നടത്താമെന്ന് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള ബൈജുവിന്റെ നിർദ്ദേശപ്രകാരം, വക്കീലാണ് ബൈജുവിന്റെ കഥാപാത്രം, ആ ഒരു നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള ഒരു പരിപാടി നോക്കുകയും അദ്ദേഹത്തിന് ഒരു കേസ് കിട്ടുകയും ആ ഒരു കേസിനെ അദ്ദേഹം എങ്ങനെ തെളിയിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. സോ അതിനു മുമ്പ് തന്നെ ഒരു 1-2 ട്രിക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ചുവന്ന മുളക് വെച്ചിട്ട് ഒരു പരിപാടി കാണിക്കുന്ന സീനൊക്കെ എനിക്കൊരു പുതിയൊരു അറിവാണ്. ആ സംഭവം എന്നെ അത് നല്ല രീതിയിൽ എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ. കഥാപാത്രങ്ങളുടെ പ്രകടനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്ന് തോന്നിയിട്ടുള്ളത് നമ്മുടെ കലാഭവൻ ഷാജോൺ തകർത്തിട്ടുണ്ട്. അതായത് വളരെ സട്ടിലായിട്ട് ആ ചെയ്തു വെക്കേണ്ട ആ ഒരു ക്യാരക്ടർ, എൻ്റെ അമ്മ, ആ ഒരു ഒറ്റപ്പെടലും ആ ഒരു സങ്കടവും, അത് കഴിഞ്ഞാൽ റിട്ടയർ ആയതിനു ശേഷം ഒരു പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയൊക്കെ കാണിക്കുന്ന സീനൊക്കെ ഗംഭീരമായിട്ട് തന്നെ കലാഭവൻ ഷാജോൺ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പിന്നെയും എടുത്തു പറയാൻ തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് 2 ക്യാരക്ടർ, അനുമോളുടെയും അതുപോലെ തന്നെ സുധീർ കരമനയുടെയും ക്യാരക്ടർ. അവർ രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ക്യാരക്ടർ വൈസ് ഗംഭീരമായി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ബാക്കി വന്ന ചെറിയ ക്യാരക്ടറുകളെല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് തിരക്കേടില്ലാണ്ട് ചെയ്തു പോയിട്ടുണ്ട്. ഈ ഒരു സിനിമ കണ്ടിരിക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു കഥയുടെ ഗതിയും അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എനിക്ക് തോന്നുന്നു ജിജോ ക്രിസ്റ്റോ സേവിയർ അങ്ങനെ എന്തുകൊണ്ട് ആളുടെ പേര്, അതും അത്യാവശ്യം നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. നല്ല രീതിയിൽ ത്രില്ലിംഗ് മൊമെന്റ്സിലൊക്കെ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സഹായിച്ചിട്ടുണ്ട് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. ആകെ ഒരു പാട്ടാണ് ഉള്ളൂ ഈ ഒരു സിനിമയ്ക്കകത്ത്, അത് വിധു പ്രതാപാണ് പാടിയിരിക്കുന്നത്. അതും വലിയ കുഴപ്പമൊന്നുമില്ല. അത് കലാഭവൻ ഷാജോന്റെ ഫീലിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു പാട്ട്, അതും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആകെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അനുമോളുടെ ക്യാരക്ടറും അതുപോലെ തന്നെ വേറൊരു ക്യാരക്ടർ, 1-2 ക്യാരക്ടറും കൂടി വരുന്നുണ്ട്. അത് അവർ സംസാരിക്കുന്ന സമയത്ത് ലിപ്സിങ്ക് എവിടേക്ക് മിസ്സാവുന്നതായിട്ട്, ആ ഡബ്ബിങ്ങിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അത് വേറെ ആരൊക്കെയോ സൗണ്ട് കൊടുത്തത് കൊണ്ട് വന്നിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് ചില സമയത്ത് എനിക്ക് മോശമായിട്ട് തോന്നി. അതർവൈസ് ഈ ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ടു വാച്ച് ആയിട്ടുള്ളൊരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു സിനിമയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇതിന്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ആരാണെന്ന് അറിഞ്ഞാലുള്ള ആ ഒരു ത്രില്ല് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം ഇതെന്തൊരു ലേഖാണെന്നൊക്കെ തോന്നിയേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിന്റെ ഫ്ലാഷ് ബാക്ക് കുറച്ച് ലെങ്തി ആയോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതർവൈസ് ഈ ഒരു സിനിമ ആദ്യം മുതൽ അവസാനം വരെ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിട്ട് ഈ ഒരു സിനിമ പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഫ്ലാഷ് ബാക്ക് സാധനങ്ങൾ വരുന്ന സമയത്ത്, കാരണം ഇതെല്ലാം കലാഭവൻ ഷാജോന്റെ ക്യാരക്ടർ ഏറെക്കുറെയൊക്കെ കണ്ടുപിടിച്ച് ഒരു ചെറിയൊരു കൂട്ടിച്ചേർക്കൽ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അതിനെ ആദ്യം മുതൽക്ക് അവസാനം വരെ ഇങ്ങനെ കുറച്ച് വലിച്ച് കൊണ്ടുപോയോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. അത് എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് ചിലപ്പോൾ എല്ലാത്തരം പ്രൈം നോവലുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകളൊക്കെ കണ്ട് ശീലിച്ചതിൻ്റെ ബുദ്ധിമുട്ടാവും. പക്ഷേ ബോറടിപ്പിച്ചിട്ടില്ല, എവിടെയും ബോറടിപ്പിക്കാൻ യാതൊരു സ്കോപ്പും ഇല്ലാതെ ലൂപ്പ് ഹോൾസ് ഒന്നും എനിക്ക് എവിടെയും തോന്നിയിട്ടൊന്നുമില്ല. എല്ലാത്തിനും ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നൽകുന്നുണ്ട് ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു തവണ കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്ര പേരുടെ അടുത്ത് ഈ ഒരു സിനിമ കളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു സിനിമയാണ്. കലാഭവൻ ഷാജോന്റെ അത്യാവശ്യം നല്ലൊരു കിടിലൻ പെർഫോമൻസ് ഒക്കെ കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് ഒരു
റിട്ടയർ ആവുന്ന മനുഷ്യൻ്റെ എല്ലാ ആസ്പെക്റ്റോടു കൂടിയും കാണുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. കാരണം ഒരു അച്ഛൻ എങ്ങനെയായിരിക്കും, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കും, ഒരു റിട്ടയർ ആയിട്ടുള്ളൊരു പോലീസുകാരൻ എങ്ങനെയായിരിക്കും, അത് എല്ലാ തരത്തിലും കാണിക്കുന്ന ഒരു സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഒരു 100 കോടി അടിക്കും അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞ, ഒരു സാധാരണ ഒരു സിനിമ, നല്ലൊരു സിനിമയാണ്. ഇനിയിപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റാത്തവർ എന്തായാലും OTT ഇറങ്ങുന്ന സമയത്തെങ്കിലും എന്തായാലും ഒന്ന് പരിഗണിക്കുക ഈ ഒരു സിനിമ കാണാൻ വേണ്ടി. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.